ഇത് എനിക്കൊരു എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു ഇൻവെസ്റ്ററുടെ തുടക്കം എങ്ങനെ വേണം? ഇപ്പം നമ്മൾ ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് വേണം, അല്ലാതെ നമുക്ക് ഇൻവെസ്റ്റർ ആകാൻ പറ്റില്ല. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. കാരണം വെച്ചാൽ നമ്മളൊരു സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് ചെയ്യാനും പറ്റത്തില്ല, ഇൻവെസ്റ്റർ ആകാനും പറ്റില്ല. അപ്പോൾ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു എംപ്ലോയി ആയിരിക്കാം, നമുക്ക് വരുമാനത്തിന് വേണ്ടി എംപ്ലോയി ആയിരിക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഹൈ ഇൻകം സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. അങ്ങനെ നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ പൈസ ഇല്ലാതെ തന്നെ പൈസ ഉണ്ടാക്കാനുള്ള കഴിവ് ഡെവലപ്പ് ആവും. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ ഇനി അഥവാ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിലും അത് കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള കഴിവുകൾ നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ ഇൻകം സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതൊരു സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ പറ്റും. ആ സിസ്റ്റത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് സമയം കിട്ടും. മറ്റേത് ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം കൊടുത്തിട്ടാണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത്, സമയം വിറ്റിട്ടാണ് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നത്. ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തു, ഇത്ര വരുമാനം. ബിസിനസ് ഓണറല്ല, അത് അങ്ങനെയല്ല. ബിസിനസ് ഓണർ മറ്റുള്ളവരുടെ സമയം മേടിക്കുകയോ ചെയ്യുന്നത്, വിലക്കെടുക്കുകയോ ചെയ്യുന്നത്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എംപ്ലോയി ആകുക, പിന്നെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക, പിന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക. ലാസ്റ്റ് സ്റ്റേജാണ് ഇൻവെസ്റ്റർ ആകുക. ഇൻവെസ്റ്റർ ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ സമയം വേണ്ട, പണം വർക്ക് ചെയ്ത് വേണമെന്ന് പറയാം യഥാർത്ഥത്തിൽ. അപ്പം ലോകത്തിൽ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ ഇൻവെസ്റ്റർ ആകുന്നുള്ളൂ. കാരണം ഇതേക്കുറിച്ച് പഠിക്കുന്നവരും ഡെവലപ്പ് ചെയ്യുന്നവരും ഒക്കെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റർ ആകാൻ ശ്രമിക്കുന്നില്ലായിരുന്നു. പക്ഷെ കുറച്ച് പേർക്ക് മാത്രമേ ഇൻവെസ്റ്റർ ആകാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത്, ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് എങ്ങനെ കണ്ടെത്തണം. ഇപ്പം പ്രോഡക്റ്റിൻ്റെ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റിന് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻസ് കാണുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ചില പ്രോഡക്റ്റുകൾ ഔട്ടായി പോയിക്കൊണ്ടിരിക്കും, ചില പുതിയ പ്രോഡക്റ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എന്താണ് നിലവിലുള്ള ഡിമാൻഡ് എന്ന് മനസ്സിലാക്കണം. നമുക്ക് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് പോകണം. നമ്മൾ സർവീസോ പ്രോഡക്റ്റോ ആണ് കൊടുക്കുന്നത്. ആ സർവീസും പ്രോഡക്റ്റും നമ്മൾ നല്ല വാല്യൂവിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുമ്പോഴേ ഉള്ളൂ നമ്മുടെ ആ സർവീസോ പ്രോഡക്റ്റോ മറ്റുള്ളവർ മേടിക്കാൻ തയ്യാറാവുള്ളൂ, കസ്റ്റമർ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിനെ വെൽ സ്റ്റഡി ആയിക്കൊണ്ടിരിക്കണം. മാർക്കറ്റിൽ എന്താ നടക്കുന്നത്, അതിൻ്റെ ഫ്ലക്ച്വേഷൻ എന്നാണ്, ഏത് പ്രോഡക്റ്റാണ് ഇപ്പോൾ ഡിമാൻഡ്, ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രോഡക്റ്റ് എന്നാണ്, ഇതെല്ലാം നമ്മൾ വെൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ പ്രോഡക്റ്റ് കണ്ടെത്താൻ സാധിക്കും, വ്യക്തമായി കണ്ടെത്താൻ സാധിക്കും. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ചോദ്യം, പാർട്ണർഷിപ്പിൽ ചെയ്യുന്ന ബിസിനസ് ആണോ ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ് ആണോ നല്ലത്? ഇത് സാധാരണ ഒരാൾ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പാർട്ണർഷിപ്പ് ചെയ്യണമെന്ന് റിലേറ്റീവ്സ് എല്ലാം പറയും. കാരണം എന്ന് വെച്ചാൽ അത് അയാളുടെ പ്രശ്നം കാരണം നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ, ബിസിനസ് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളത്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടെത്തുന്ന പോലെ പാർട്ണർ നമ്മളുടെ മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഒരു പാർട്ണർ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി നമുക്ക് നഷ്ടം വന്നാലും റെസ്പോൺസിബിലിറ്റി, അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് ഉണ്ട്, 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നുള്ള ലൈഫിൻ്റെ ആ രീതിയിലുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയും കുറ്റം പറയത്തില്ല. കാര്യം നമ്മളാണ് തിരഞ്ഞെടുക്കുന്ന പാർട്ണർ നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പിക്ചർ മാറുക. അപ്പോൾ നമ്മൾ നല്ല പാർട്ണറെ കണ്ടെത്താനുള്ള കഴിവ് നമുക്കാവും. ഇനി അഥവാ മോശം പാർട്ണറാണെങ്കിൽ അതിന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് വീണ്ടും നമ്മൾ അടുത്ത നല്ല പാർട്ണറെ തിരഞ്ഞെടുക്കുക എന്നുള്ളൂ. അല്ലാതെ പാർട്ണറിന് കുഴപ്പമില്ല, നമുക്കാണ് കുഴപ്പം. നമ്മൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കറക്റ്റ് അല്ലാത്ത പാർട്ണർ വരുന്നത്. അപ്പോൾ ഫോൾട്ട് നമ്മുടെ ആയിട്ട് കാണണം.
റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. 100% റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ 99% അല്ല റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. എപ്പോൾ നിങ്ങൾ 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നോ അപ്പം നിങ്ങളുടെ വളർച്ച തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റിയില്ല. ഇതൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു എപ്പോഴും ഒരു പ്രശ്നത്തിൽ കിടന്നുകൊണ്ടിരിക്കും. ഇതുപോലെ പാർട്ണർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നമ്മളൊരു പ്രശ്നത്തിലായിരിക്കും. കാരണം നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതുകൊണ്ടാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലായി തുടങ്ങും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്തെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ള കാര്യങ്ങൾ 100% റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് തുടങ്ങുമ്പോഴേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ, കാര്യങ്ങൾ നടന്നു തുടങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോഴൊരു ട്രബിളിലായിരിക്കും. റീസൺ നമ്മൾ തന്നെയാണ്. ഓക്കെ.